ശരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ അങ്ങനെ ഒരു ഘടന രൂപപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ പട്ടണങ്ങളിൽ താമസിക്കുന്ന കൂക്കികളെ കയ്യിലെടുത്തുകൊണ്ടാണ്. അതിനുശേഷമാണ് പിന്നെ അതിക്രൂരമായ പല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവിടെ നടപ്പിലാക്കിയിട്ടാണ്. എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് ഈ പറയുന്ന വൂണ്ടഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അവർക്ക് നീതി നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിക്കാതെ പെട്ടെന്നൊരു സർക്കാർ രൂപീകരിക്കുകയും അത് തന്നെയും നേരത്തെയുള്ള കുക്കികൾക്കിടയിലുള്ള ധാരണയ്ക്ക് വിരുദ്ധമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് കാലങ്ങളായി ഒരു പക്ഷേ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരുന്നൊരു വിഷയമാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. മണിപ്പൂരിൽ ഒരുപാട് കാലം 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ഉള്ളൊരു സംഘർഷവും അതിൻ്റെ ഒരുപാട് ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായിട്ടുണ്ട്, മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു ചെറിയ കാലയളവിന് ശേഷം വീണ്ടും ഈ ഒരു ആക്രമണങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം. ഹമീദ് മാസ്റ്റർ, യഥാർത്ഥത്തിൽ എന്താണ് വീണ്ടും ഈ ഒരു മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം കത്തി നിൽക്കാനുള്ള കാരണം? എവിടെയാണ് ഇതിൻ്റെ റൂട്ട് കോസ്? 2023 തുടങ്ങിയ ഒരു അൺട്രസ്റ്റ് അതിൻ്റെ പാരമ്പര്യയിലെത്തി. അങ്ങനെ അവിടുത്തെ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ വളരെ ക്വിക്കായിട്ട് രാഷ്ട്രപതി ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പോകുന്നു, അത് പിൻവലിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു മന്ത്രിസഭ രൂപീകരണം നടക്കുന്നു. ഇപ്പോൾ ഫെബ്രുവരി 4 അങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ജനാധിപത്യത്തിലേക്കുള്ളൊരു തിരിച്ചുവരവിനുള്ള ശ്രമമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല അതിനകത്ത് കുക്കികളും മെയ്ത്തികളും രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണകൂടവും ഒരു സർക്കാരാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ മെയ്ത്തികളുടെ ഭാഗത്തു നിന്നുള്ള നേതാവാണ് മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രിയായിട്ട് നെംചെ കിപ്കൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് കുക്കികളിൽ നിന്നുള്ളൊരു ലേഡി ലീഡറുമാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ശ്രമം ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരാൻ, ആ സംസ്ഥാനത്തെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പിഴച്ചു പോയത് ഇത് തന്നെയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, ആ നേരത്തെ തന്നെ ഉണ്ടായ കലാപങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ അവസ്ഥ എന്ന് പറയുന്നതിന് എന്തായിരുന്നു, ലാൻഡിലെ വലിയൊരു വിഭാഗം കുക്കികളുടെ കയ്യിലും, എന്നാൽ നഗരവും അവിടുത്തെ മറ്റേ വികസിത പ്രദേശങ്ങളെല്ലാം മെയ്ത്തികളുടെ കയ്യിലും, ഇങ്ങനെയുള്ളൊരു ഡിവൈഡ് ഔട്ട് ഉണ്ടായിരുന്നു. ഇതിൽ ഈ മെയ്ത്തികൾ ഒരിക്കലും കുക്കികളെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഭരണത്തിൽ അവർക്ക് അവകാശങ്ങൾ നൽകിയിരുന്നില്ല. മെയ്ത്തികളാണ് ഭൂരിപക്ഷം, 55% മെയ്ത്തികളാണ്. കുക്കികളൊരു 30%, നാഗ 15%, അങ്ങനെയാണ് അവിടുത്തെ പൊതുവായി എടുത്തു കഴിഞ്ഞാൽ. അതിൽ ഒരുപാട് ട്രൈബുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കലാപമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് കുക്കികൾക്കാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ. മാത്രമല്ല ഇവർക്ക് അവരുടെ വീടുകൾ കത്തിക്കപ്പെട്ടു, അവരുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ നഗരങ്ങളിൽ നിന്നെല്ലാം അവർക്ക് തിരിച്ചു ഓടിപ്പോരേണ്ടി വന്നു. പകരം അവർ കുറച്ചൊക്കെ മറ്റവരുടെ സ്ഥലമൊക്കെ അല്ലെങ്കിൽ കുറച്ച് ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും നഷ്ടം സംഭവിച്ചത് കുക്കികൾക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുക്കികൾ ഒരു ഈ രാഷ്ട്രീയ പരിഹാരം തേടുന്ന സമയത്ത് കൃത്യമായ ചില നിബന്ധനകൾ വച്ചിരുന്നു. കൃത്യമായിട്ടുള്ള ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ രീതിയിൽ ഒരു സർക്കാർ ഉണ്ടാക്കാനും മറ്റുമൊക്കെ പറ്റുള്ളൂ എന്നുള്ള നിലപാടുണ്ടായിരുന്നു. ഇതിൽ കുക്കികളിൽ നിന്നുള്ള MLA-മാർ അവരും അവരുടെ ഒപ്പം നിന്നിരുന്നവരാണ്. അല്ലെങ്കിൽ അതേ രാഷ്ട്രീയ ആശയം അല്ലെങ്കിൽ രാഷ്ട്രീയ ധാരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിന്നിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നത് ഇതിൽ നിന്ന് 5 MLA-മാർ, 10 പേരാണ് മൊത്തം ഉള്ളത് BJP ഇതിനകത്തുള്ളത്, അതിനകത്ത് 5 MLA-മാർ ഈ സർക്കാർ രൂപീകരണവുമായിട്ട് സഹകരിക്കുന്നു. അതിലൊരാൾ ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ നേരത്തെ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങൾ, ഞങ്ങൾ നഗരപ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ, അവിടെയുള്ള ഞങ്ങൾ നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ച് കിട്ടുമോ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഉണ്ടാവുമോ, പിന്നെ സ്കൂളുകൾ മറ്റ് ഒക്കെ എന്താ വെച്ചാൽ ഈ രീതിയിൽ നഗരകേന്ദ്രീകൃതമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ സ്കൂൾ അല്ലെങ്കിൽ മറ്റ് ഈ അടിസ്ഥാന വികസന സാധ്യതകൾ ഈ ഗ്രാമങ്ങളിലേക്ക് വരുമോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നിനും ഉത്തരം കിട്ടിയിട്ടില്ല. ഫെബ്രുവരി 13 യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ധാരണ ഇതിലേക്ക് വരും എന്നാണ് നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് മുൻപ് തന്നെ ഈ സർക്കാർ രൂപീകരണം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ
കുക്കികൾക്കിടയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ അവരെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ കേന്ദ്ര വിഷയപ്പോൾ. അപ്പോൾ അത് അവരെങ്ങനെ ഈ വഞ്ചന കാണിച്ചു? ഇപ്പോൾ നമുക്ക് വായിച്ചാലൊക്കെ അറിയാൻ പറ്റും, ഈ പറയുന്ന നേതാക്കളൊന്നും ഇത് വളരെ പ്രത്യക്ഷമായിട്ടും കത്തി നിൽക്കുന്ന സമയത്ത് ഇതിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിട്ടില്ല, ഒരു ത്യാഗവും സഹിച്ചിട്ടില്ല, ഈ ജനങ്ങളോടൊപ്പം നിന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ നമുക്ക് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു കാര്യം, എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് ഈ പറയുന്ന വൂണ്ടഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിക്ക്, അതൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, അവർക്ക് നീതി നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിക്കാതെ, എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഇത് പ്രഖ്യാപിക്കുക പോലും ചെയ്യാതെ പെട്ടെന്നൊരു സർക്കാർ രൂപീകരിക്കുകയും അത് തന്നെയും നേരത്തെയുള്ള കുക്കികൾക്കിടയിലുള്ള ധാരണയ്ക്ക് വിരുദ്ധമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു നോക്കിയാൽ തോന്നുന്നത് വെച്ചാൽ ഇവിടെ BJP ഒരു ഡിവൈഡിൻ്റെ രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണ്. കുക്കികളെ തന്നെ പിളർത്തുക. ഇത് നമ്മൾ മറ്റു പല സ്റ്റേറ്റുകളിലും കണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ശിവസേനയെ പിളർത്തിയുണ്ടാക്കി, NCPയെ പിളർത്തിയുണ്ടാക്കി. ഇതിലൂടെയൊക്കെ ഇപ്പോൾ അവസാനം അവരെന്ത് ചെയ്തു? അവർ സമ്പൂർണ്ണമായി അധികാരത്തിൽ വരുന്നൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ രീതിയിൽ കുക്കികൾക്കിടയിൽ തന്നെ ഒരു ഡിവൈഡ് കൊണ്ടുവരികയും അവർ തന്നെയും പരസ്പരം ഏറ്റുമുട്ടുന്നതിലേക്ക് എത്തിച്ചു. നാഗകളും കുക്കികളും തമ്മിലും ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു തന്ത്രം എന്ന രീതിയിൽ ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ കുക്കികളുടെ ഈ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർക്കൊരു പക്ഷേ അവരുടെ MLA ജയിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിൽ പോലും അവർ സ്കെപ്റ്റിക്കലായി, പരസ്പരം സംശയിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ മെയ്ത്തികളും കുക്കികളും തമ്മിലല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഇപ്പോൾ ശരിക്കും കുക്കികളും തമ്മിൽ തന്നെയാണ് പ്രശ്നമുള്ളത്. മറ്റേത് അതിൻ്റെ ഒരു ഭാഗമായിട്ടോ കുറച്ചൊക്കെ സംഭവിക്കാം. പക്ഷേ ഇതൊരു വലിയ അപകടം പിടിച്ച ഒരു തീരുമാനമായി പോയി എന്നുള്ളതാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഈ ഓൾറെഡി ഇവർ ഇപ്പോൾ ഈ മലയോര പ്രദേശങ്ങളെല്ലാം ചേർന്നും അതുപോലെ മേഖലയുടെ കുറച്ച് ഭാഗമൊക്കെ ചേർത്തുകൊണ്ടൊരു കുക്കിസ്ഥാൻ എന്ന ആശയം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം ആ പ്രദേശത്തെ എല്ലാ സ്റ്റേറ്റുകളിലും അൺട്രസ്റ്റ് ഉണ്ട്. അത് മേഖലയാണെങ്കിലും മണിപ്പൂരാണെങ്കിലും മിസോറാം ആണെങ്കിലും ഒക്കെ ഈ അൺട്രസ്റ്റ് ഉണ്ട്. നാഗാലാൻഡിലാണെങ്കിലും ഒക്കെ ഇതുണ്ട്. ഇത് ഒക്കെ ഇങ്ങനെ ഒരു നമ്മൾ പറയുന്ന പൊട്ടാനിരിക്കുന്ന അഗ്നിപർവ്വതം എന്ന് പറയാവുന്ന രൂപത്തിലാണ് എപ്പോഴും ഉള്ളത്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും പ്രശ്നങ്ങളില്ല. പക്ഷെ നമുക്കറിയാവുന്നൊരു കോൺഗ്രസ് ഭരണത്തിൻ്റെ കാലത്തൊക്കെ ഇത് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ ജനങ്ങളെ സംബന്ധിച്ചോളം അവരുന്നയിച്ചൊരാവശ്യവും നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിനി എന്തായിരിക്കും, എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നതെന്നുള്ള ചോദ്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, ഞാൻ ഒറ്റ തവണ എന്ത് ചെയ്തിട്ടുള്ളൂ, ആ സ്റ്റേറ്റുകൾ പോയിട്ട് നമുക്ക് ചെയ്ത് എയർപോർട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു റോഡുണ്ടാവില്ല അവിടെ. അതായത് മര്യാദക്കുള്ള റോഡില്ല. അപ്പോൾ അവിടെ വികസനമില്ല എന്ന് മാത്രമല്ല, ഒരു മാഫിയ ഭരണമാണ് പലപ്പോഴും ഇവിടേക്ക് നടക്കുന്നത്. ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള 100% കറപ്റ്റഡ് ആയിട്ടുള്ള സർക്കാരുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ജനങ്ങളോട് ഒരു നിലയ്ക്കുമുള്ള ബാധ്യതയും ഇല്ലാത്ത സർക്കാരുകൾ. അവിടുത്തെ മണ്ണ് മറ്റ് വിഭവങ്ങളൊക്കെ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടാകട്ടെ കോർപ്പറേറ്റുകൾ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു എന്നാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക തോന്നുക. ഇതിൻ്റെ പുറമെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ഉണ്ട് അവിടെ, മ്യാൻമറും നേപ്പാളും ഈ സ്റ്റേറ്റുകളൊക്കെ ചേർന്ന. അവിടെ പോപ്പി കൃഷി വ്യാപകമായിട്ട് നടക്കുന്നു. അതിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് വലിയ രാഷ്ട്രീയക്കാരുണ്ടെന്നുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഒന്നുകിൽ BJP അജ്ഞത കൊണ്ട് കളിച്ച കളിയാണ്, അതല്ലെങ്കിൽ ബോധപൂർവമാണ്. എന്തായാലും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭൂപടം മാറ്റി തീർക്കാൻ മാത്രം വലിയ കലാപത്തിലേക്ക് വേണമെങ്കിൽ പോകാവുന്ന ഒന്നാണ് ഈ അൺട്രസ്റ്റ്. കാരണം കുക്കികൾ മറ്റ് സ്റ്റേറ്റുകളിലുണ്ട്. മാത്രമല്ല ഇതെങ്ങാനും അവിടെ പടർന്നു പിടിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. ഇപ്പോൾ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ട്രൈബൽ കൾച്ചറിൽ ഉള്ളവരാണ്. നമ്മൾ പറയുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള വളരെ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയ ഡയലോഗ് കൊണ്ടൊന്നും നിർത്താൻ പറ്റുന്നവരല്ല. ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ബിട്രയൽ എന്നുള്ളതാണ്.
ചതിച്ചു എന്നുള്ളതാണ് നേതാക്കൾ. അത് നമുക്കറിയാം. ഈ പ്രിമിറ്റീവ് സൊസൈറ്റികളിലൊക്കെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുക അതിനാണ്. വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, സഹിക്കില്ല. അത് നല്ലതാണ്, ഒരു നീതിബോധത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ 20 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉപമുഖ്യമന്ത്രിയുടെ തലയെടുത്ത് കൊടുത്താൽ 20 ലക്ഷം. ആ 5 MLA-മാരെയും കൊല്ലുമെന്നാണ് വിദ്യാർത്ഥി യൂണിയനുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഉപമുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിൽ വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് ഒരു ഡൽഹിയിൽ നിന്നെടുത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കിനി തിരിച്ചു മടങ്ങി പോകാൻ പോലും നമുക്കറിയാം, അവിടെ വിമാനമിറങ്ങൽ പോലും ഒരു സാധ്യത ഇല്ലാത്തതാണ് ഇപ്പം. അപ്പോൾ അത്രമാത്രം വലിയ ഒരു സ്റ്റെപ്പ് എടുത്തതിൻ്റെ പശ്ചാത്തലമാണൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഈ രീതിയിൽ എറപ്റ്റ് ചെയ്യുകയും വലിയ കലാപമായി മാറുകയും ചെയ്യാൽ ആരാണ് ഇതിൻ്റെ കുറ്റം ഏൽക്കുക എന്നുള്ളത്. ആൾറെഡി ഇപ്പം വെച്ചാൽ നഗരവും ഗ്രാമവുമായി 2ആയി മണിപ്പൂർ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രാമങ്ങളിൽ വീണ്ടും ഈ കുക്കികളും നാഗകളൊക്കെ ഉള്ള കലാപങ്ങളിലേക്ക് ഇത് പോവുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ എത്രയും പെട്ടെന്ന് കുക്കികളെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യണം. അവരെന്താണോ അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അതിലേക്ക് തിരിച്ചു വരണം. അതല്ലെങ്കിൽ പരിഹാരത്തിന് വേണ്ട മറ്റ് ശ്രമങ്ങളിലേക്ക് സർക്കാരുകൾ എത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അപകടകരമായ ഒരു ഭീഷണി ഇന്ത്യയുടെ മുകളിൽ തൂങ്ങി നിൽക്കുന്നതിന് തുല്യമായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കലുഷിതമായൊരു അവസ്ഥയിലോട്ടാണ് മണിപ്പൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തോട് പറഞ്ഞ രൂപത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിൽ വന്ന് ഡൽഹിയിൽ മണിപ്പൂർ ഭവനിലിരുന്നിട്ട് എന്ത് ചെയ്യുക, വീഡിയോ കോൺഫറൻസ് ചെയ്യുക. അത് പലപ്പോഴും ഭരണഘടനാ നിരീക്ഷകന്മാർക്കിടയിൽ പോലും അത് സാധ്യതയുണ്ടോ എന്ന് പോലും ചർച്ച ചെയ്യപ്പെടുന്നൊരവസ്ഥ. എന്നുവെച്ചാൽ നാട്ടിൽ കാലുകുത്താൻ കഴിയില്ല എന്നുള്ളൊരു കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിലിപ്പോൾ ഈ മണിപ്പൂരിൽ 90 മുതൽ തന്നെ അവിടെയുള്ള ഗോത്രങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2017 വരെയാണല്ലോ കോൺഗ്രസിൻ്റെ ഭരണം. അപ്പോൾ അതുവരെ യഥാർത്ഥത്തിൽ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ശ്രമങ്ങളും വ്യത്യസ്തങ്ങളായ പദ്ധതികളും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഈ നേരത്തെ മാഷ് പറഞ്ഞ പോലെ BJPയുടെ ഒരു ഭിന്നിപ്പിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ഒരു ഭിന്നിപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ നിന്നല്ല, ഈ എല്ലാ സ്റ്റേറ്റുകളിലും ഇത് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ തന്നെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ അവർ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു. സ്വാഭാവികമായിട്ടും മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിട്ടാണ് പലർക്കും ഒരു പുനർവിചിന്തനത്തിന് ഒരു തയ്യാറായത്. ഈ മണിപ്പൂരിൽ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളാണുള്ളത്. അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ചു വരുന്നു. 2017 ശേഷം ഈ മണിപ്പൂർ പിടിച്ചെടുക്കാൻ വേണ്ടി മെയ്റ്റികളെ അവർ ഒരു 53-55-4% അവരാളുള്ളത്. അപ്പോൾ ഭൂരിപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്താനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന കൂക്കികൾ, അതിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളെയും അവിടെയുള്ള ആളുകളെ കയ്യിലെടുക്കാനും BJPക്ക് സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ അങ്ങനെ ഒരു ഘടന രൂപപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഈ പട്ടണങ്ങളിൽ താമസിക്കുന്ന കൂക്കികളെ കയ്യിലെടുത്തുകൊണ്ടാണ്. അതിനുശേഷമാണ് പിന്നെ അതിക്രൂരമായ പല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവിടെ നടപ്പിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ കുക്കികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നാൽ മെയ്റ്റികളെ അവരെ കയ്യിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ഒന്ന് വനം, അതുപോലെ മൃഗസംരക്ഷണ ബില്ലും കാര്യങ്ങളൊക്കെ, അതിൻ്റെ നിയമങ്ങളൊക്കെ കണിശമാക്കി. എന്നിട്ട് അതിനനുസരിച്ച് കൊണ്ട് അവർ താമസിക്കുന്ന 40ഓളം വില്ലേജുകൾ തകർത്തു, ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്നാണ്. അങ്ങനെ അതേപോലെ തന്നെ അവർക്കിടയിൽ ഉള്ള ST എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബൽ എന്ന് പറഞ്ഞ ഒരു സംവിധാനം അത് കൂക്കികൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് മെയ്റ്റി ടീമിന് കൂടി കൊടുത്തു. അപ്പോൾ 21% വരുന്ന ആനുകൂല്യങ്ങളെ നേരെ മെയ്റ്റി വിഭാഗത്തിനൂടി കൊടുത്തപ്പോൾ തന്നെ ഇവരെന്ത് വെച്ചിട്ടുണ്ട്, പ്രകോപിതരായിട്ടുണ്ട്. ആ നിലക്ക് പരമാവധി ഇവരെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെൻറ് കൂക്കികളെ പ്രകോപിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഓരോ കാര്യങ്ങളിലും നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് അവിടെ കലാപങ്ങൾ തന്നെ തുടങ്ങിയതെന്ന് കാണാൻ പറ്റും. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കതിൽ നിന്നൊരു സന്ദേശവും മെസ്സേജാണല്ലോ ശരി ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. എല്ലാ കാലത്തും ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംവിധാനം ഈ കാലം അത്രയും പരീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യങ്ങളുടെ നാടാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളും മതങ്ങളും അതുപോലെ ജാതികളും ഉപജാതികളും ആയിട്ടിങ്ങനെ ആ രീതിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തെ പെട്ടെന്ന് ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ അധികാരങ്ങൾ കയ്യിൽ ആക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയവരാണ് ബ്രിട്ടീഷുകാർ. ആ ശ്രമം നടത്തി അവർ വിജയിക്കുകയും ചെയ്തു. പിന്നീട് വന്ന ഈ BJP രാജ്യത്തോടും രാഷ്ട്രത്തോടും സമൂഹത്തോടും ഒരു നിലക്കും പ്രതിബദ്ധതയില്ലാത്ത വിധം സമീപനം സ്വീകരിക്കുകയും രാജ്യത്തിൻ്റെ ഭരണം മാത്രം ലക്ഷ്യമാക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അതിൻ്റെ മേലെ കയറിയിരിക്കുക എന്നുള്ളതാണ് അവർ എക്കാലത്തും ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതാണ് മണിപ്പൂരിലും നടന്നത് എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി കൊണ്ട് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളതാണ്, പരിഹാരം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. യഥാർത്ഥത്തിൽ അവകാശങ്ങൾ ആരുടേതാണോ അത് കൃത്യമായി വകവെച്ചു കൊടുത്ത് ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിലും കൃത്യമായിട്ടുള്ള ഒരു സമന്വയം ഉണ്ടാക്കി തീർത്ത് ഒരു സമാധാനത്തിൻ്റെ ഒരു കരാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സ്പോട്ട്ലൈറ്റിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.